ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ നേതാവ് പകരം വയ്ക്കാനില്ലാത്തതുമായ മനോഹർ പരീക്കർ വിടവാങ്ങിയതോടെ ഗോവയിൽ മനോഹർ പരീക്കറിന് പകരം പുതിയ നേതാവിനെ കണ്ടെത്താൻ ബിജെപി ശ്രമം തുടങ്ങി. മുൻ ബിജെപി നേതാവും കോൺഗ്രസ് എംഎൽഎയുമായ ദിഗംബർ കാമത്തിനെ പാർട്ടിയിൽ തിരികെ എത്തിച്ച് മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ ഞായറാഴ്ച നടക്കുന്നതിനിടെയാണ് പരീക്കറുടെ മരണം സംഭവിച്ചത്. മുതിർന്ന മന്ത്രിമാരാരെങ്കിലും ഇടക്കാല മുഖ്യമന്ത്രിയാക്കുകയോ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയോ ആണ് ഇനി ബിജെപിക്ക് മുന്നിലുള്ള ഏക വഴി. ബിജെപി എംഎൽഎ ഫ്രാൻസിസ് ഡിസൂസയുടെ മരണത്തെ തുടർന്ന് പരീക്കർ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്നും തങ്ങളെ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് ശനിയാഴ്ച ഗവർണർ മൃദുലാൽ സിംഗയ്ക്ക് കത്ത് നൽകിയിരുന്നു. പരീക്കർ കൂടി മരിച്ചതോടെ 40 അംഗ നിയമസഭയിൽ 35 അംഗങ്ങളാണുള്ളത്. ബിജെപിയുടെ അംഗസംഖ്യ 12 കുറഞ്ഞു. 14 അംഗങ്ങളുള്ള കോൺഗ്രസ് ആണ് വലിയ ഒറ്റക്കക്ഷി. 3 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കാനിരിക്കെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. 3 അംഗങ്ങൾ വീതമുള്ള ഗോവ ഫോർവേഡ് പാർട്ടിയും മഹാരാഷ്ട്ര വാദി ഗോമത് പാർട്ടിയും 3 സ്വതന്ത്രരുമാണ് സർക്കാരിനെ പിന്തുണയ്ക്കുന്നത്. പരീക്കറുടെ അഭാവത്തിൽ ഈ കക്ഷികൾ ഒപ്പം ഉണ്ടായേക്കുമെന്ന ആശങ്കയും ബിജെപിക്കുണ്ട്. തങ്ങൾ പരീക്കറെയാണ് പിന്തുണച്ചതെന്നും ഏതെങ്കിലും പാർട്ടിയെ അല്ലെന്നുമുള്ള GFP നേതാവ് വിജയ് സർദേശി ഞായറാഴ്ച നിലപാടെടുത്തിരുന്നു. സംസ്ഥാനത്തെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ നിയമസഭ മരവിപ്പിച്ചു നിർത്താനുള്ള സാധ്യതയും ബിജെപി പരിശോധിക്കുന്നുണ്ട്. സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെ ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ് അടക്കം 2 നിരീക്ഷകരെ ബിജെപി സംസ്ഥാനത്ത് നിയോഗിച്ചിരുന്നു. പാർട്ടി MLA-മാർ സംസ്ഥാനത്ത് തന്നെ ഉണ്ടാവണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ബിജെപിയിൽ ചേരുമെന്ന വാർത്തകൾ ദിഗംബർ കാമത്ത് നിഷേധിച്ചിരുന്നു. ബിജെപിയിൽ ചേരുന്നത് രാഷ്ട്രീയ ആത്മഹത്യയാകുമെന്നും താൻ സ്വകാര്യ ആവശ്യത്തിനായാണ് ഡൽഹിയിൽ പോകുന്നതെന്നും കാമത്ത് പ്രതികരിച്ചതോടെ ഊഹാപോഹങ്ങൾക്ക് അറുതിയായത്. കാമത്ത് മുതിർന്ന നേതാവാണെന്നും പാർട്ടി വിടില്ലെന്നും പ്രതിപക്ഷ നേതാവ് ചന്ദ്രകാന്ത് കാൽവേൽക്കറും അവകാശപ്പെട്ടു. എന്തായാലും മനോഹർ പരീക്കറുടെ അഭാവത്തിൽ ഗോവ ഇപ്പോൾ നാഥനില്ലാ കളരിയാണ്. ഏറ്റവും കരുത്തനായ നേതാവിനെയാണ് ബിജെപിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനി എന്താകും ഗോവയിലെ രാഷ്ട്രീയ ഭാവി? അത് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇനി ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.